നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററിയിലെ പോർച്ചുഗീസുകാരുടെ വരവിന്റെ പകുതി വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അൽമേഡയുടെ വരവ് വരെയായിരുന്നു കേട്ടോ. അൽമേഡ വന്നു പോയി, അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് ആളാണ് അൽബുക്കർക്ക്. ഇവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സീരീസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് പേര് പറഞ്ഞു ഇത് ഉപകാരമാണെന്ന്. ചിലർക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒന്നിച്ചെല്ലാം കൂടെ പറയാം. അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ PSC എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കും. ഇതൊക്കെ കറക്റ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. അൽബുക്കർക്ക്. ശ്രദ്ധിച്ചോളൂ. മുൻഗാമികളെ പോലെ സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിച്ച പോർച്ചുഗീസുകാരുടെ വാണിജ്യം ഭദ്രമാക്കുക മാത്രമായിരുന്നില്ല ആരുടെ ലക്ഷ്യം? അൽബുക്കർക്കിന്റെ ലക്ഷ്യം. നാടുകൾ വെട്ടിപ്പിടിച്ചും നയതന്ത്രം കൊണ്ട് കീഴടക്കിയും ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പുറപ്പാട്. അപ്പൊ നേരത്തെ ഉള്ളവരൊക്കെ എങ്ങനെ സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിച്ചിട്ട് പോർച്ചുഗീസുകാരുടെ ആ ട്രേഡിങ് ഭദ്രാക്കുക, അതായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം. എന്നാൽ അൽബുക്കർക്കിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയിലെ പല നാടുകളും വെട്ടിപ്പിടിക്കുക, അങ്ങനെ പോർച്ചുഗീസുകാരുടെ ഒരു സാമ്രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. കോഴിക്കോട് നഗരം ആക്രമിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഒന്ന്. അപ്പൊ അൽബുക്കർക്ക് പോർച്ചുഗീസുകാരനായ അൽബുക്കർക്ക് കോഴിക്കോട്ട് നഗരം ആക്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഒന്ന് അതായിരുന്നു. പിന്നെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സമുദ്രാധിപത്യം ഉറപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു, അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസുകാരനായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. പോർച്ചുഗലിൽ നിന്നും മാർഷൽ കുട്ടിൻ ഹോവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആയിടെ വന്നു ചേർന്ന നാവിക സൈന്യത്തെയായിരുന്നു അദ്ദേഹം അതിന് നിയോഗിച്ചത്. അപ്പം കോഴിക്കോട് ആക്രമിക്കാനായിട്ട് അൽബുക്കർക്ക് തീരുമാനിച്ചിരുന്നത് ആരെയാണ്? മാർഷൽ കുട്ടിൻ ഹോവ്. മാർഷൽ കുട്ടിൻ ഹോവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആയിടെ വന്നു ചേർന്ന നാവിക സൈന്യത്തെ അദ്ദേഹം നിയോഗിച്ചതിനായിട്ട് കോഴിക്കോടിന്റെ ശക്തിയെ നശിപ്പിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. അവർ സാമൂതിരിയുടെ കോഴിക്കോട് കൊട്ടാരം ആക്രമിച്ച് ചുട്ടുകളയുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. കുട്ടിൻ ഹോവ്, മാർഷൽ കുട്ടിൻ ഹോവിന്റെ നേതൃത്വത്തിൽ അൽബുക്കർക്ക് കോഴിക്കോട് നഗരം ആക്രമിക്കുന്നു. അങ്ങനെ കോഴിക്കോട്ട് ഈ നഗരം ആക്രമിച്ചിട്ട് കോഴിക്കോട് കൊട്ടാരം ഇവര് ചുട്ടുകളഞ്ഞു. കോഴിക്കോട്ട് സൈന്യങ്ങൾ പെട്ടെന്ന് അണിനിരന്ന് പോർച്ചുഗീസുകാരെ അവരുടെ കപ്പലുകളിലേക്ക് ഓടിച്ചു. ഈ യുദ്ധത്തിൽ അൽബുക്കർക്കിന് മുറിവേറ്റു. മാർഷൽ കുട്ടിൻ ഹോ വധിക്കപ്പെട്ടു. അപ്പം ഈ രണ്ട് പോയിന്റ്സും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അൽബുക്കർക്കിനെ പറ്റി പറയുമ്പോൾ കോഴിക്കോട് ആക്രമണം ആദ്യം പറയുക. മാർഷൽ കുട്ടിൻഹോവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആക്രമിക്കുകയും ആ യുദ്ധത്തില് മാർഷൽ കുട്ടിൻഹോ കൊല്ലപ്പെടുന്നു. അൽബുക്കർക്കിന് മുറിവേറ്റു. ബലം പ്രയോഗിച്ച് സാമൂതിരിയെ കീഴ്പ്പെടുത്താമെന്ന ആഗ്രഹം പരാജയപ്പെട്ടപ്പോൾ കോഴിക്കോടുമായുള്ള ശത്രുത അവസാനിപ്പിച്ച് കേരളത്തിലെ പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന സുപ്രധാനമായ തീരുമാനം അൽബുക്കർക്ക് കൈക്കൊണ്ടു. ഇക്കാര്യത്തിൽ കണ്ണൂരിനെയും കൊച്ചിയിലെയും രാജാക്കന്മാരുടെ അപ്രീതി അദ്ദേഹം കൂട്ടാക്കി ഇല്ല. 1513 ഡിസംബറില് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ ചോദിക്കും കേട്ടോ. അൽബുക്കർക്ക് ആദ്യം കോഴിക്കോട് ആക്രമിച്ചു, അതിൽ പരാജയപ്പെട്ടു. അതിനുശേഷം പോർച്ചുഗീസുകാരുടെ താല്പര്യം സംരക്ഷിക്കാനെന്ന സുപ്രധാനമായ തീരുമാനം അൽബുക്കർക്ക് കൈക്കൊണ്ടിട്ട് നമ്മുടെ സാമൂതിരിയുമായിട്ട് 1513 ഡിസംബറില് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു, ഒരു സന്ധി ഉണ്ടാക്കുന്നു. 1513 ഡിസംബറിൽ ഈ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട്ട് അവർ തന്നെ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കോട്ട കെട്ടാനും അവർ ആഗ്രഹിക്കുന്നത് പോലെ വാണിജ്യം നടത്താനും മറ്റു രാജ്യങ്ങളിൽ നിന്നും മാറ്റക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അനുവാദം നൽകി. അപ്പം 1513 ഡിസംബറിൽ പോർച്ചുഗീസും സാമൂതിരിയും ചേർന്നിട്ട് ഒരു സന്ധി ഉണ്ടാക്കി. ഈ സന്ധിയിലെ വ്യവസ്ഥ എന്തൊക്കെയായിരുന്നു? കോഴിക്കോട്ട് അവര് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് കോട്ട കെട്ടാനും അതുപോലെ തന്നെ അവര് ആഗ്രഹിക്കുന്നത് പോലെ വാണിജ്യം നടത്താനും മറ്റു രാജ്യങ്ങളിൽ നിന്നും മാറ്റക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അനുവാദം നൽകി. ആര്? സാമൂതിരിയുമായിട്ടുള്ള സന്ധിയില്. കുരുമുളകിന്റെ വില കൊച്ചിയിലെ നിരക്കിലായിരിക്കണമെന്നും തീരുമാനിച്ചു. കുരുമുളകിന്റെ വില കൊച്ചിയിലെ. അപ്പൊ കൊച്ചി രാജാവ് സാമൂതിരിയുമായിട്ട് എതിർപ്പാ. കണ്ണൂരെ ആളും കോലത്തിരിയൊക്കെ സാമൂതിരിയുമായിട്ട് ചെറിയ രീതിയിൽ എതിർപ്പുണ്ട്. അപ്പൊ പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ അടുക്കുന്നത് അവർക്കത്ര പിടുത്തമല്ല, അത് ഓർത്തോണേ.
കോഴിക്കോട്ടെ പോർച്ചുഗീസ് കോട്ട നശിപ്പിച്ചതുകൊണ്ട് അവർക്കുണ്ടായ നഷ്ടം നികത്താനും പോർച്ചുഗൽ രാജാവിന് ഒരു പാരിതോഷികം എന്ന നിലയ്ക്കും കോഴിക്കോട്ടെ ചുങ്കത്തിന്റെ ഒരു വിഹിതം പോർച്ചുഗീസുകാർക്ക് നൽകാമെന്ന് സാമൂതിരി സമ്മതിച്ചു. അപ്പൊ അതുവരെ ഇടഞ്ഞു നിന്ന സാമൂതിരി ഒന്ന് മയപ്പെട്ടത് ആരുടെ വരവോട് കൂടിയിട്ടാണ്? അൽബുക്കർക്കിന്റെ വരവോട് കൂടിയിട്ടാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇതിനു പകരമായി കൊച്ചിക്കും കണ്ണൂരിനും എതിരായ യുദ്ധത്തിൽ സാമൂതിരിയെ സഹായിച്ചു കൊള്ളാമെന്ന് പോർച്ചുഗീസുകാർ ഉറപ്പുകൊടുത്തു. ഇതിന് പകരമായിട്ട് കൊച്ചിക്കും കണ്ണൂരിനും എതിരായ യുദ്ധത്തിൽ സാമൂതിരിയെ സഹായിച്ചു കൊള്ളാമെന്ന് പോർച്ചുഗീസുകാർ ഉറപ്പുകൊടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഇത്രയും കാലം കൊച്ചിയും കണ്ണൂരും സാമൂതിരിയോട് എതിരായിരുന്നു, സാമൂതിരി പോർച്ചുഗീസുകാരോടും എതിരായിരുന്നു ആണല്ലോ. സാമൂതിരി പോർച്ചുഗീസുകാരോടും കൊച്ചിയോടും കണ്ണൂരിനോടും എല്ലാം എതിരാ. അതുവരെ പോർച്ചുഗീസുകാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് കൊച്ചിയും കണ്ണൂരും ആയിരുന്നു. ഇപ്പൊ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒന്ന് ഇണങ്ങിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് എന്ത് കൊടുത്തു? പോർച്ചുഗൽ രാജാവിന് പാരിതോഷികം എന്ന നിലയ്ക്ക് കോഴിക്കോട്ടെ ചുങ്കത്തിന്റെ ഒരു വിഹിതം നൽകാമെന്ന് സാമൂതിരി സമ്മതിക്കുന്നു. അപ്പൊ അതിന് പകരമായിട്ട് പോർച്ചുഗീസുകാർ പറഞ്ഞത് എന്താ? അതുവരെ കൊച്ചിയോടും കണ്ണൂരിനോടും അടുത്ത് നിന്നിരുന്ന പോർച്ചുഗീസുകാർ പറഞ്ഞു, ഇനി സാമൂതിരിക്കെതിരെ അവർ യുദ്ധം ചെയ്യാൻ വരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പോർച്ചുഗീസ് നയതന്ത്രജ്ഞരുടെ ഒരു വിജയമായിരുന്നു 1513 ഈ ഒരു സന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം അൽബുക്കർക്കിന്റെ സമയത്താണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ പോർച്ചുഗീസ് നയതന്ത്രജ്ഞരുടെ വിജയമാണ് 1513 ഈ ഒരു സന്ധി. അതായത് ഇത്രയും വർഷമായിട്ടും സാമൂതിരി ഇണങ്ങാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ ഈ ഒരു 1513 കൂടിയിട്ടാണ് സാമൂതിരി ഇണങ്ങുന്നത്. കൊച്ചി രാജാവ് പോർച്ചുഗീസ് രാജാവിന് അയച്ച ഒരു കുറിപ്പിൽ ഈ സന്ധിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൊച്ചി രാജാവ് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കുകയായിരുന്നു, ഞങ്ങളെ ഉള്ളായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ, എന്നാൽ ഇപ്പൊ നിങ്ങൾ രണ്ടുകൂടെ അടുത്തിട്ട് ഞങ്ങൾക്കെതിരെ തിരിയുവാണോ എന്നുള്ള രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. പോർച്ചുഗീസ് രാജാവ് അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റാനുള്ള അൽബുക്കർക്കിന്റെ തീരുമാനവും കൊച്ചി രാജാവിനെ അസുഖപ്പെടുത്തി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊച്ചിയിലായിരുന്നു ആദ്യം ആസ്ഥാനം. പിന്നീട് അവിടെ നിന്ന് എങ്ങോട്ട് മാറി? ഗോവയിലേക്ക് മാറ്റി. ആരാണ് മാറ്റാൻ തീരുമാനിച്ചത്? അൽബുക്കർക്കാണ്. അതും കൊച്ചി രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അൽബുക്കർക്ക് പല ഭരണ പരിഷ്കാരങ്ങളും നടപ്പിലാക്കി. അദ്ദേഹം ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകി. ഒന്നാമത്തെ പോയിന്റ് ആണ്, ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്തിട്ട് യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് പരിശീലനം നൽകി. ഈ സമ്പ്രദായം പിൻകാലത്ത് റോബർട്ട് ക്ലൈവ് ഉണ്ടല്ലോ, അതുപോലെ ഡ്യൂപ്ലെ കേട്ടിട്ടുണ്ടല്ലോ, ഡ്യൂപ്ലെയും അനുകരിക്കുകയുണ്ടായി. റോബർട്ട് ക്ലൈവും ഡ്യൂപ്ലെയും ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകി. അത് തുടങ്ങി വെച്ചത് അൽബുക്കർക്കാണ്. അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും, രണ്ടാമത്തെ പോയിന്റ് ആണ്, വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും സതി നിരോധിക്കുകയും ചെയ്തു. അപ്പം നാണയം നടപ്പിലാക്കി, സതി നിരോധിച്ചു. ഇതെല്ലാം അൽബുക്കർക്കാണെന്ന് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നു. നീതി പരിപാലനം കർശനമാക്കി. അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം അദ്ദേഹം ഉന്മൂലനം ചെയ്തു. അതായത് സ്വന്തമായിട്ട് കുറെ ആൾക്കാർ വാണിജ്യം നടത്തിയിരുന്നു, അതിൽ നിന്നും പ്രോഫിറ്റ് അവർ തന്നെ എടുത്തു, പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാര്. അതെല്ലാം നിർത്തലാക്കി. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചു. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള സ്ത്രീകളെ പോർച്ചുഗീസുകാർ വിവാഹം കഴിക്കണം എന്ന് പ്രേരിപ്പിച്ചത് അൽബുക്കർക്കാണ്. അവകാശങ്ങളും നൽകി അവരെ കോട്ടയ്ക്കകത്ത് താമസിപ്പിക്കുകയും ചെയ്തു. വിശ്വാസപൂർവ്വം പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധതയുള്ള ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെ സങ്കരവാസ സങ്കേതം, അതായത് ഇന്ത്യൻ സ്ത്രീകളെ പോർച്ചുഗീസുകാർ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിക്കുന്ന നയം അൽബുക്കർക്ക് സ്വീകരിച്ചു. അതിന് ഫലപ്രാപ്തി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത് പോർച്ചുഗീസുകാരുടെ പതനത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. അതായത് ഈ സങ്കരവാസ സങ്കേതം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു, പ്ലസ് അത് പോർച്ചുഗീസുകാരുടെ പതനത്തിന് കാരണമായി തീരുകയും ചെയ്തു. ഈ നയം ഇങ്ങനെ പരാജയപ്പെട്ടെങ്കിലും അൽബുക്കർക്ക് പൗരസ്ത്യ ദേശത്തേക്ക് വന്ന ഏറ്റവും വിദഗ്ധനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് 1515 ലോപ്പോസോറസ് നിയമിക്കപ്പെട്ടു. അപ്പം അൽബുക്കർക്കിന് ശേഷം 1515 വന്നതാണ് ലോപ്പോസോറസ്. അൽബുക്കർക്ക് ഇന്ത്യയിൽ നിന്നും മടങ്ങുന്നതിന് മുൻപ് 1515 ഡിസംബറിൽ ഗോവയിൽ വെച്ച് അന്തരിച്ചു. അപ്പൊ അൽബുക്കർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പോർച്ചുഗീസ് ഹിസ്റ്ററിയിൽ. അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, അതെല്ലാം തന്നെ പഠിച്ചു വെക്കുക. എല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 1515 വന്ന ലോപ്പോസോറസ് അതുകൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ അൽബുക്കർക്കിന്റെ അനന്തരഗാമികൾ ആരൊക്കെയാണ് അതിന് ശേഷം വന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ആളെ പറയുന്നു 1515 ലോപ്പോസോറസ്. അതൊന്നും നമ്മൾ അത്ര ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള ആൾക്കാരല്ല.
അപ്പൊ അൽബുക്കർക്കിന്റെ പിന്തുടർച്ചക്കാർ അശക്തന്മാരും അഴിമതിക്കാരുമായിരുന്നത് കൊണ്ട് അവർക്ക് കാര്യമായ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. 1515 മുതൽ 1518 വരെ ലോപ്പോസോറസിന്റെ കാലത്ത് സാമുദ്രിയെ വധിക്കാൻ ഒരു വിഫല ശ്രമം നടന്നു. രണ്ട് ശക്തികളും തമ്മിലുണ്ടായിരുന്ന ശത്രുത പുതിയ രൂപം കൈക്കൊള്ളാൻ ഇത് കാരണമായി തീർന്നു. സോറസ് 1516 കൊല്ലം രാജ്ഞിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഇതനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റു ചരക്കുകളും കൊല്ലം തുറമുഖത്ത് കിട്ടി. അവർക്ക് അവിടെ ചുങ്കം കൊടുക്കേണ്ടി വന്നില്ല. അപ്പം 1511 മുതൽ 18 വരെ ലോപ്പോസോറസിന്റെ കാലത്ത് ആരെ വധിക്കാനായിട്ട്, സാമുദ്രിയെ വധിക്കാൻ ഒരു ശ്രമം നടന്നില്ല. ശ്രമം നടന്നു, വിജയിച്ചില്ല. അങ്ങനെ 1516 കൊല്ലം രാജ്ഞിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയത് ആരാണ്? ഈ ലോപ്പോസോറസ് ആണ്. അതിൻ പ്രകാരം പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റു ചരക്കുകളും കൊല്ലം തുറമുഖത്തു നിന്നും കിട്ടി. അവർക്ക് അവിടെ ചുങ്കം കൊടുക്കേണ്ടി വന്നതുമില്ല. സ്ഥലവാസികളായ ക്രിസ്ത്യാനികൾക്ക് അവർ ചില വിശേഷ ആനുകൂല്യങ്ങൾ നൽകി. സ്വക്കീറായുടെ കാലത്ത്, അതായത് അതിനുശേഷം വന്ന ആൾക്കാരാണ്, നെക്സ്റ്റ് ആളാണ് ഡി സ്വക്കീറ. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി കോഴിക്കോട് ആക്രമിക്കാൻ നിഷ്ഫലമായ ഒരു യജ്ഞം നടത്തി. ഡ്വാർട്ടെ ഡി മെനസസിന്റെ, അതായത് ലോപ്പോസോറസ്, അതിനുശേഷം വന്ന ആളാണ് സ്വക്കീറ. അതിനുശേഷം വന്ന ആളാണ് ഡ്വാർട്ടെ ഡി മെനസസ്. 1522 മുതൽ 1524 വരെ അടുത്ത ആളാണ്. പോർച്ചുഗീസ് അടുത്ത ആള് ഡ്വാർട്ടെ ഡി മെനസസിന്റെ കാലത്ത് പോർച്ചുഗീസുകാരും സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ തുറന്ന സംഘടനകൾ നടക്കുന്നു. മാപ്പിളമാർ 10 പോർച്ചുഗീസ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും കൊച്ചി തുറമുഖം ആക്രമിക്കുകയും ചെയ്തു. അവർ കുട്ടി ആലി എന്ന സമർത്ഥനായ നേതാവിന്റെ കീഴിൽ കൊടുങ്ങല്ലൂരും ആക്രമിച്ചു. അപ്പം ആ ആൾക്കാരുടെ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ലോപ്പോസോറസ്, അതിനുശേഷം വന്ന ആളായിരുന്നു സ്വക്കീറ, അതിനുശേഷം ഡ്വാർട്ടെ ഡി മെനസസ്. ഡ്വാർട്ടെ ഡി മെനസസിന്റെ കാലത്ത് പോർച്ചുഗീസുകാരും സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ സംഘടന നടന്നു. അപ്പൊ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞെടുത്തുണ്ട്. അപ്പൊ ഈ മാപ്പിളമാര് ആരുടെ സൈഡാണത്? സാമൂതിരിയുമായിട്ട് ഇപ്പൊ തെറ്റി നിൽക്കുക. സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും പോർച്ചുഗീസുകാരും തമ്മിൽ സംഘടന ഉണ്ടാകുന്നു. ഈ മാപ്പിളമാര് 10 പോർച്ചുഗീസ് കപ്പലുകൾ പിടിച്ചെടുത്തു. കൊച്ചി തുറമുഖം ആക്രമിച്ചു. കുട്ടി ആലി എന്ന സമർത്ഥനായ നേതാവിന്റെ കീഴിൽ കൊടുങ്ങല്ലൂരും സാമൂതിരി പിടിച്ചെടുത്തു. കോഴിക്കോട്ടുണ്ടായിരുന്ന പോർച്ചുഗീസ് നാവിക സൈന്യവും അവരുടെ കൊടിയ ആക്രമണത്തിന് ഇരയായി. ഡ്വാർട്ടെ ഡി മെനസസ് കർത്തവ്യ നിർവഹണത്തിന് അപ്രാപ്തനാകിയാൽ 1524 വാസ്കോഡ ഗാമ തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായി വീണ്ടും വന്നു. അപ്പൊ ഇത് സ്ഥിരം ഒരു ചോദ്യമാണ്. പോർച്ചുഗീസ് കാരനായ വാസ്കോഡ ഗാമ 1524 ഒന്നും കൂടെ ഇന്ത്യയിലേക്ക് വന്നു പോർച്ചുഗീസ് ഭരണാധികാരിയായിട്ട്. അത് ആരുടെ കുറവ് മൂലമാണ്? ഡ്വാർട്ടെ ഡി മെനസസിന്റെ കുറവുകൾ മൂലം 1524 വാസ്കോഡ ഗാമ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായിട്ട് വീണ്ടും വന്നു. അദ്ദേഹം ഗോവയിൽ വന്ന മാത്രയിൽ ഡിസൂസായുടെ നേതൃത്വത്തിൽ ഒരു നാവിക സേനയെ അയച്ച് കോഴിക്കോട്ട് വെച്ച് കുട്ടി ആലിയെ തോൽപ്പിച്ചു. മീൻസ് ആരാ കുട്ടി ആലി? സാമൂതിരിയുടെ പടയിൽ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂര് പിടിച്ചെടുക്കാൻ മുൻപിൽ നിന്ന ആളായിരുന്നു കുട്ടിയാലി. അദ്ദേഹത്തെ തോൽപ്പിച്ചത് ആരാണ്? വാസ്കോഡ ഗാമ തിരിച്ചു വന്നിട്ട് ഡിസൂസായുടെ, അതായത് ഗോവയിൽ വന്ന മാത്രയിൽ ഡിസൂസായുടെ നേതൃത്വത്തിൽ ഒരു നാവിക സൈന്യം അയച്ച് കോഴിക്കോട്ട് വെച്ച് കുട്ടിയാലിയെ തോൽപ്പിക്കുന്നു. കണ്ണൂർ രാജാവ് തന്റെ പ്രശസ്തനായ കപ്പിത്താന്മാരിൽ ഒരാളായ വലിയ ഹസനെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിതനും ആവുന്നു. വാസ്കോഡ ഗാമ അദ്ദേഹത്തെ കണ്ണൂർ കോട്ടയിലെ നിലവറ കുഴിയിൽ എറിഞ്ഞു. വാസ്കോഡ ഗാമയുടെ ഭരണം 3 മാസം മാത്രമേ നീണ്ടുള്ളൂ. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചു. അപ്പൊ ലാസ്റ്റ് വന്നത് 1524 ഇന്ത്യയിൽ വന്നത്. ഭരണാധികാരിയായി തന്നെ വന്നു. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ചിട്ടാണ് വാസ്കോഡ ഗാമ മരണപ്പെട്ടത്. കൊച്ചി നഗരത്തിലെ ഇന്നത്തെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. എല്ലാവർക്കും അറിയാം സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഹെൻറിക് ഡി മെനസ് തൽസ്ഥാനത്ത് നിയമിതനായി. 24 മുതൽ 26 വരെ 2 വർഷം. വലിയ ഹസനെ വധിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവൃത്തി. ഇത് പോർച്ചുഗീസുകാരും കോലത്തിരിയുമായുള്ള ബന്ധത്തെ വഷളാക്കി. മെനസസിന്റെ കാലത്ത് സമുദ്രാധിപത്യത്തിനു വേണ്ടി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കൊണ്ടുപിടിച്ച സമരം നടന്നു. സാമൂതിരിയുടെ നാവിക സേനാ നായകന്മാരായിരുന്ന കുഞ്ഞാലിമാർ ഈ സമരങ്ങളിലാണ് സുപ്രസിദ്ധരായിട്ട് മാറുന്നത്. അപ്പൊ 1524 ആര് മരിച്ചു? വാസ്കോഡ ഗാമ മരിച്ചു. അതിനുശേഷം ആരാ വന്നത്? ഹെൻറിക്സ് ഡി മെനസ് വരുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് ഹസൻ ഉണ്ടല്ലോ, വലിയ ഹസനെ ആരാ വിട്ടുകൊടുത്തത്? കണ്ണൂരിലെ കോലത്തിരിയാണ്. അപ്പൊ അയാളെ കൊന്നു ഈ മെനസസ്.
അപ്പം മെനസ് കൊന്നതിന്റെ ഭാഗമായിട്ട് പോർച്ചുഗീസുകാരും കോലത്തിരിയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു. അപ്പൊ ഈ സമയത്ത് തന്നെ സമുദ്രാധിപത്യത്തിന് വേണ്ടിയിട്ട് ഈ മെനസസിന്റെ കാലത്താണ് സമുദ്രാധിപത്യത്തിന് വേണ്ടി പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ പിന്നെയും സമരം നടക്കുന്നത്. ഈ സമയത്താണ് കുഞ്ഞാലി മരയ്ക്കാന്മാര് അല്ലെങ്കിൽ കുഞ്ഞാലിമാർ എന്ന് പറയുന്നത് സുപ്രസിദ്ധരായിട്ട് മാറുന്നത്. ഇനി ആരാണ് കുഞ്ഞാലിമാർ? നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവൊന്നുമില്ല. അവർ കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നെന്നും പോർച്ചുഗീസുകാർ കൊച്ചിയിൽ വരികയും കൊച്ചി രാജാവിന്റെ ആനുകൂല്യം നേടുകയും ചെയ്തപ്പോൾ കൊച്ചി വിട്ട് സാമൂതിരിയുടെ നാട്ടിലെ പൊന്നാനിയിലേക്ക് പോയി എന്നും ഐതിഹ്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സാമൂതിരി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയും അവർ ക്രമേണ അദ്ദേഹത്തിന്റെ നാവികപ്പടയുടെ നായകന്മാരാവുകയും ചെയ്തു. ഏറ്റവും മികച്ചവരെ മാത്രമേ കുഞ്ഞാലിമാർ നാവികസേനയിൽ ചേർത്തിരുന്നുള്ളൂ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും ധീരനായിരുന്നു കുട്ടിയാലി. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, 1524 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി. മിന്നിപ്പായുന്ന ഭാരം കുറഞ്ഞ സായുധ നൗകകളാണ് ഭാരമേറിയ പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത്. കടലിൽ ഒളിപ്പോർ നടത്താനുള്ള സ്വന്തം തന്ത്രശൈലികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കുട്ടിയാലി, ഇച്ചിരി മുമ്പേ നമ്മൾ പറഞ്ഞു കൊടുങ്ങല്ലൂര് പിടിച്ചെടുത്ത കുട്ടിയാലി. അടിച്ചിട്ട് കടന്നു കളയുക എന്ന അദ്ദേഹത്തിന്റെ സമരതന്ത്രം പോർച്ചുഗീസുകാരുടെ കപ്പലുകൾക്കും വാണിജ്യത്തിനും സംഭ്രാന്തി ജനിപ്പിച്ചു. അതായത് ഈ നമ്മൾ പറയില്ലേ, കാണാതെ അടിച്ചിട്ട് കടന്നു കളയും. അടി കിട്ടും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അത് കുട്ടിയാലിയുടെ ഒരു തന്ത്രമായിരുന്നു. അങ്ങനെ ഹെൻഡ്രിക് ഡി മെനസസ് കുട്ടിയാലിക്കെതിരായി സുശക്തമായി ഒരു ആക്രമണം സംഘടിപ്പിക്കുകയും പൊന്നാനി തുറമുഖത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഒട്ടേറെ കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. മെനസസ് 1525 കുഞ്ഞാലിമാരുടെ താവളമായിരുന്ന പന്തലായനി കൊല്ലം ആക്രമിച്ചു. പോർച്ചുഗീസുകാരുടെ ബന്ധുവായി ആ ആക്രമണത്തിൽ പങ്കെടുത്ത പുറക്കാട്ട് അരയനെ അവിശ്വാസ്യനെന്ന് സംശയിച്ച് പോർച്ചുഗീസ് ഭരണാധികാരി വെടിവെച്ച് മുറിവേൽപ്പിച്ചു. അതിനെ തുടർന്ന് പുറക്കാട്ട് രാജാവ് പോർച്ചുഗീസുകാർക്കെതിരാവുകയും അവരുടെ ശത്രുക്കളെ ഭാവി യുദ്ധങ്ങളിൽ പല വഴിക്കും സഹായിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ആരാണ് കുഞ്ഞാലിമാർ? കുഞ്ഞാലിമാരുടെ ഉത്ഭവത്തെ പറ്റി കറക്റ്റായിട്ട് ഒരു അറിവില്ല. ശരിക്കും ഇവര് കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നു. അപ്പൊ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം സാമൂതിരിയുടെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്, പൊന്നാനിയിലേക്ക്. അപ്പൊ കുട്ടിയാലിയുടെ കാര്യം ഓർക്കുക, അടിച്ചിട്ട് കടന്നു കളയുക. 1524 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് സാവിക സൈന്യം നടത്തിയ യുദ്ധത്തെ പറ്റിയിട്ട് നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞു. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് ചാലിയം കോട്ട. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു സെക്ഷനാണ് ചാലിയം കോട്ട. ഇതിനിടയ്ക്ക് കരയ്ക്ക് വെച്ച് സാമൂതിരിയുടെ സൈന്യത്തിന്റെ കനത്ത പ്രഹരം ഏൽക്കേണ്ടി വന്ന പോർച്ചുഗീസുകാർ അവരുടെ കോഴിക്കോട് കോട്ട പൊളിച്ചിട്ട് അവിടെ നിന്ന് പോയി. കുട്ടിയാലിയുടെ നാവിക സൈന്യം അവരെ പിന്തുടർന്ന് ആക്രമിച്ചു. മെനസസിന് ശേഷം ഗവർണറായ ലോപ്പോ വാസ്കോഡി സംബായോ, അതായത് മെനസസിന് ശേഷം ഗവർണറായ ലോപ്പോ വാസ്റ്റി സംബായോ. അപ്പം മെനസസ് കഴിഞ്ഞു, അടുത്തത് ആരാണ്? ലോപ്പോ വാസ്റ്റി സംബായോ. കുട്ടിയാലിയുടെ ശല്യം ഇല്ലാതാക്കാൻ സുശക്തമായ നടപടികൾ കൈക്കൊണ്ടു. 1528 പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർക്കൂറിനടുത്ത് വെച്ച് കുട്ടിയാലിയെ തടവിലാക്കുകയും ചെയ്തു. സാമൂതിരി കുട്ടിയാലിയുടെ ബന്ധുവായ പാച്ചാച്ചി മരക്കാരുടെയും കെയ്റോവിലെ ഒരു വ്യാപാരിയായ അലി അബ്രഹാമിന്റെയും കുട്ടിയാലിയുടെ മകനായ കുഞ്ഞാലി രണ്ടാമന്റെയും നേതൃത്വത്തിൽ നാവിക സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ട. കുഞ്ഞാലിമാർ ശ്രീലങ്കയിലും കിഴക്കേ തീരത്തുമുള്ള പോർച്ചുഗീസ് പ്രദേശങ്ങൾ ആക്രമിക്കുക എന്ന ധീരമായ പരിപാടി സ്വീകരിച്ചു. മരയ്ക്കാന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം മിക്കവാറും നിശ്ചലമായി തീർന്നു. ഗവർണർ സാംബായോവിനെ പോർച്ചുഗീസ് ഗവൺമെന്റ് തിരിച്ചു വിളിക്കുകയും പകരം 1529 ഒക്ടോബറിൽ ന്യൂനോ ഡ കുൻഹ, അത് നമുക്കറിയാവുന്ന പേരാ, അദ്ദേഹത്തെ 1529 ഒക്ടോബറിൽ പുതിയ ആളായിട്ട് വിട്ടു. പുതിയ ഭരണാധികാരി ചാലിയത്ത്, ആര്? നിനോഡ കൻഹ. ചാലിയത്ത് ഒരു കോട്ട കെട്ടി അവിടെ പോർച്ചുഗീസ് സൈന്യങ്ങളെ പാർപ്പിച്ച് ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യം പുനഃസ്ഥാപിച്ചു. ചാലിയം വെട്ടത്ത് രാജാവിന്റെ ദേശത്തകയാൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് പോർച്ചുഗീസുകാർ 1531 അവിടെ പുതിയൊരു കോട്ട നിർമ്മിച്ചത്. ചാലിയം കൈവശമായതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് എപ്പോൾ വേണമെങ്കിലും സാമൂതിരിയുടെ കടൽപ്പടയെ ആക്രമിക്കാമായിരുന്നു. അപ്പം 1531 ഒരു കോട്ട കെട്ടി, എവിടെ? ചാലിയത്ത്, 1531. അപ്പം സാമൂതിരിയുമായി യുദ്ധമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് കടന്നു ചെല്ലാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഈ ഒരു ചാലിയം കോട്ട മാറി. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി പോലെയായിരുന്നു ചാലിയം കോട്ട. 1531
ആരുടെ സമയത്ത്? നുനോഡ കുൻഹയെ നിയമിക്കുകയും അദ്ദേഹത്തിന്റെ സമയത്താണ് ഈ ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. അപ്പൊ ചാലിയം കോട്ട എന്ന് പറയുന്നത് എന്തായിരുന്നു? സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി. അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ സാമൂതിരിയുടെ എല്ലാം കറക്റ്റായിട്ട് നീക്കങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. നെക്സ്റ്റ് 1540 ഉണ്ടാക്കിയ സന്ധിയാണ് പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ ഉണ്ടാക്കിയ സന്ധി. അത് 1540 ഇമ്പോർട്ടന്റ് ആണ്. പോർച്ചുഗീസുകാർ ചാലിയത്ത് അടിസ്ഥാനം ഉറപ്പിച്ചത് കുഞ്ഞാലിമാരെ അസ്തവീര്യരാക്കാതിരുന്നില്ല. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ പ്രമുഖ നായകനായിരുന്ന കുട്ടിയാലി മരയ്ക്കാർ 1531 വധിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സ്ഥാനം യുവാവായ കുഞ്ഞാലി സെക്കൻഡ്, അദ്ദേഹത്തിന്റെ മോൻ എന്ന് പറഞ്ഞില്ലേ, സെക്കൻഡ് ഏറ്റെടുക്കുകയും ചെയ്തു. പോർച്ചുഗീസ് കപ്പലുകൾ പിടിക്കുകയും കപ്പൽ ജോലിക്കാരെ ഒന്നോടെ കൊല്ലുകയും ചെയ്തു. കുഞ്ഞാലി രണ്ടാമന് മിക്കവാറും ഒരു വിനോദമായിരുന്നു ഈ ഒരു സംഭവം. പല സന്ദർഭങ്ങളിലും ഇരു കപ്പൽ കൂട്ടങ്ങളും നടുക്കടലിൽ വെച്ച് ഏറ്റുമുട്ടി. 1536 മാർട്ടിൻ ഡിസൂസ ഇടപ്പള്ളിക്കോട്ട പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞാലി കൊച്ചിയിൽ പ്രത്യക്ഷപ്പെടുകയാൽ ഇടപ്പള്ളിയിൽ നിന്നും പിൻവാങ്ങാൻ പോർച്ചുഗീസ് സൈന്യം നിർബന്ധിതനായി. 1531 കുട്ടിയാലി മരിച്ചു. അതിനുശേഷം ആരാണ്? കുഞ്ഞാലി സെക്കൻഡ് ആണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പം വന്നിരിക്കുന്ന 1536 ആരാണ് ഇപ്പൊ ഭരണാധികാരി? മാർട്ടിൻ ഡിസൂസയാണ്. അപ്പൊ അയാളും കുഞ്ഞാലി സെക്കൻഡ് ഓർത്തിരിക്കുക കേട്ടോ. ഈജിപ്തിന്റെ നായകന്മാരായി തീർന്ന തുർക്കികളുടെ സഹായം തേടാൻ ഇതിനിടയിൽ സാമൂതിരി ഒരു ശ്രമം നടത്തി നോക്കി. അത് വിഫലമാവുകയാണ് ഉണ്ടായത്. എന്നാലും ഈജിപ്തിന്റെ നാവിക സൈന്യം ഗുജറാത്തിനടുത്ത് വരെ വന്ന പോർച്ചുഗീസുകാരുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാതെ തങ്ങളുടെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കുക മാത്രം ചെയ്തിട്ട് മടങ്ങിപ്പോയി. തുടർച്ചയായി യുദ്ധം ചെയ്യുകയാൽ ഇക്കാലമായപ്പോഴേക്കും സാമൂതിരിയുടെ ശക്തി ക്ഷയിച്ചു. അതായത് ഏകദേശം 498 തൊട്ട് വന്നപ്പോ തൊട്ട് സാമൂതിരി ഇവർക്ക് എതിരാണ്. ഇടയ്ക്ക് അൽബുക്കർക്കിന്റെ സമയത്ത് മാത്രമാണ് ഒരു പ്രശ്നം സോൾവ് ആയി കുറച്ചുനാൾ നിന്നത്, പിന്നെയും യുദ്ധം തന്നെ. അങ്ങനെ വന്നപ്പോൾ സാമൂതിരിയുടെ ശക്തി ക്ഷയിച്ചു. കോഴിക്കോട്ടെ വാണിജ്യം തകർന്ന് നികുതി മാർഗങ്ങൾ അടഞ്ഞ് അദ്ദേഹത്തിന്റെ ഖജനാവും ശൂന്യമായി. ആ നിലയിൽ അദ്ദേഹത്തിന് 1540 ജനുവരിയിൽ പോർച്ചുഗീസുമാരുമായി ഒരു സന്ധി ഉണ്ടാക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ഈ സന്ധി അനുസരിച്ച് സാമൂതിരി തന്റെ രാജ്യത്തുണ്ടാകുന്ന കുരുമുളക് കൊച്ചിയിലെ വിലനിരക്കിന് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട്ട് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. സമുദ്ര സഞ്ചാരത്തിൽ അറബിക് കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ ചീട്ട് വേണം എന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ. സാമൂതിരി കേരളത്തിലെ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ നിഷ്പക്ഷത പാലിക്കണമെന്ന് സന്ധിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? സാമൂതിരി കേരളത്തിലെ മറ്റു രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യണം? ഒരു പക്ഷത്ത് നിൽക്കാൻ പാടില്ല. അതും സന്ധിയിൽ പറഞ്ഞു. ഇരുഭാഗക്കാർക്കും പ്രയോജനകരമായിരുന്നു 1540 സന്ധി. കോഴിക്കോട്ട് തുറമുഖത്തിലെ വാണിജ്യം പോർച്ചുഗീസുകാരുടെ കുത്തകയിലായി. അവർ നിഷ്പക്ഷത പാലിക്കുമെന്നതുകൊണ്ട് പ്രാദേശിക ശക്തികളുമായുള്ള യുദ്ധം ചെയ്യാനുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ആർക്ക് കിട്ടി? സാമൂതിരിക്ക് കിട്ടി. പുറക്കാട്ടെയും കൊല്ലത്തെയും രാജാക്കന്മാരുമായി പോർച്ചുഗീസുകാർ ഇതേ രീതി ഉടമ്പടി ഉണ്ടാക്കാൻ ഇത് വഴിതെളിച്ചു. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നൊരു ബഹുമതിയും അവർ പുറക്കാട്ട് രാജാവിന് നൽകി. അപ്പം ഒന്നുകൂടെ നോക്കാം. 1540 ജനുവരിയിൽ ആരും സാമൂതിരിയും പോർച്ചുഗീസുകാരുമായി സന്ധി ഉണ്ടാക്കി. അത് രണ്ടു കൂട്ടർക്കും ഈക്വൽ പ്രയോജനമായിരുന്നു. അപ്പൊ അതുപ്രകാരം കുരുമുളക് കൊച്ചിയിലെ റേറ്റിന് കൊടുക്കണം. അതുപോലെ എന്താണ്, സാമൂതിരിയുമായിട്ട് കേരളത്തിലെ മറ്റു രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാര് നിഷ്പക്ഷമായിട്ട് നിൽക്കണം, ഒരാൾക്കാരുടെ സൈഡിൽ നിൽക്കരുത്. അതും പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നത്തില് പുറക്കാട്ടെയും കൊല്ലത്തെയും രാജാക്കന്മാരുമായി പോർച്ചുഗീസുകാര് ഇതേ രീതിയിൽ തന്നെ ഉടമ്പടി ഉണ്ടാക്കാൻ ഈ സാമൂതിരിയുമായിട്ടുള്ള ഉടമ്പടി വഴിതെളിച്ചു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നൊരു ബഹുമതി കിട്ടിയത് ആർക്കാണ്? ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്ന് ബഹുമതി കിട്ടിയത് പുറക്കാട്ട് രാജാവിനാണ്. അപ്പൊ ഇത്രയും കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.